ജാനകിയുടെയും ആദർശിൻ്റെയും പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ജലജയാണെങ്കിൽ ജാനകിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീ ഭാഗ്യമുള്ളവളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജലജയാണെങ്കിൽ അനി കൊടുത്ത ആ മാല കഴുത്തിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും നീ ഇത്രയ്ക്കും അവന് MD കസേരയിൽ ഇരിക്കാൻ വേണ്ടിയൊക്കെ നിർബന്ധിച്ചത് കൊണ്ടാണ് അവനിക്ക് ആ കസേരയിൽ ഇരുന്നപ്പോൾ അത്രയ്ക്കും അവനിക്ക് കൊള്ളാമെന്നൊക്കെ തോന്നിക്കാണും കസേര എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്രയ്ക്കും വിലപിടിപ്പുള്ള മാലയൊക്കെ അവൻ തന്നേന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തായാലും ഭാഗ്യമുള്ളവളാന്നൊക്കെ നമ്മൾ ജാനകിയുടെ അടുത്താണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മൾ ആദർശൻ നയന കേട്ടോ. അപ്പോഴത്തേക്ക് നയന പറയുന്നുണ്ട്, എന്തായാലും ഇനി അനിയെ ഒന്ന് വിളിക്കണം ആദർശ് ചേട്ടാ, എന്തായാലും വിളിച്ചിട്ട് കുറച്ച് ഡിസൈൻസ് ഒക്കെ വെക്കാൻ വേണ്ടിയൊക്കെ വരച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ജ്വല്ലറിയും നമ്മളെ ജ്വല്ലറിയായിട്ട് കടുത്ത മത്സരമൊക്കെ നടക്കട്ടെ എങ്കിൽ നമ്മൾ മാളവികയ്ക്കാണെങ്കിൽ കുറച്ച് ഡിമാൻഡൊക്കെ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മൾ ജലജയാണെങ്കിൽ അടുത്ത് നമ്മൾ ദേവയാനിയായിട്ടൊക്കെ ദേവയാനിക്ക് കുറച്ച് എരിയേറ്റി കൊടുക്കാനൊക്കെ വരുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, എന്തായാലും എനിക്കാണെങ്കിൽ ആ MD കസേര അങ്ങ് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. ഇനി എന്തായാലും ആദർശ് വന്നാലും അനി ആ MD കസേരയിൽ നിന്ന് മാറിക്കൊടുക്കുമെന്നൊന്നും തോന്നില്ല എന്നൊക്കെ നമ്മൾ ജലജയാണെങ്കിൽ ദേവയാനി അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.